ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകളും റൂമറുകളും നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഇന്നലെ പ്രമുഖ ക്രിക്കറ്റ് മാധ്യമ പ്രവർത്തകനായ വെങ്കട്ടകൃഷ്ണ ബി ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. എക്സ്പ്രസ് സ്പോർട്സിന്റെ ക്രിക്കറ്റ് മാധ്യമ പ്രവർത്തകനാണ് വെങ്കട്ടകൃഷ്ണ ബി. അദ്ദേഹം പറഞ്ഞത് ടീമിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഒരു വിദേശ പരിശീലകൻ വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, പുതിയ കോച്ചിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് മറ്റാരുമല്ല, MS ധോണിയാണ്. നിലവിൽ ഒക്ടോബറിന് മുന്നേ ഈ പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. ഒക്ടോബർ മാസത്തിലായിരിക്കും പുതിയ പരിശീലകന്റെ കാര്യത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് വരിക എന്നാണ് വെങ്കട്ടകൃഷ്ണ ബി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിനകത്ത് മറ്റ് ട്രേഡ് ചർച്ചകൾ ഒന്നും പുരോഗമിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ പരിശീലകൻ അത് വിദേശ പരിശീലകനായിരിക്കും. ആ വിദേശ പരിശീലകനെ നിയമിക്കുന്നതിന്റെ മേൽനോട്ടം അഥവാ ആ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ വഹിക്കുന്നത് മറ്റാരുമല്ല, ധോണി തന്നെയാണ്. മാത്രമല്ല, ഒക്ടോബറിലായിരിക്കും ഇക്കാര്യത്തിലൊരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാവുക. പുതിയ പരിശീലകൻ വരുന്നതിന് മുന്നേ ട്രേഡ് ചർച്ചകൾ ഒന്നും നടത്തുന്നില്ല. പരിശീലകനെ നിയമിച്ചതിന് ശേഷം മാത്രമായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് ട്രേഡ് ചർച്ചകളിൽ കൂടുതൽ ആക്റ്റീവ് ആവുക എന്നൊക്കെയാണ് വെങ്കട്ടകൃഷ്ണ ബി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആരായിരിക്കും പരിശീലകൻ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. നേരത്തെ മക്കുല്ലത്തിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. അതിനുശേഷം ഓയൻ മോർഗന്റെ പേര് ഉയർന്നു കേട്ടു. പിന്നീട് ആൽബി മോർക്കൽ എന്ന ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ ഇതെല്ലാം കേവലം റൂമറുകൾ മാത്രമാണ്. ആരാണ് പുതിയ പരിശീലകൻ എന്നറിയാൻ അടുത്ത ഒക്ടോബർ മാസം വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.